റബ്ബറിലെ ഇടവേള കൂടിയ ടാപ്പിംഗായ D7 ടാപ്പിംഗ് എന്ന രീതിയാണ് റബ്ബർ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ടാപ്പിംഗിലുള്ള 5 ലക്ഷം ഹെക്ടറിൽ ബഹുഭൂരിപക്ഷവും പിന്തുടരുന്ന ഒന്നിരാടൻ ടാപ്പിംഗ് ഇന്ന് ചെലവേറിയ രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റബ്ബറിന് ലഭിക്കുന്ന താരതമ്യേന കുറഞ്ഞ വിലയും ടാപ്പിംഗിനുള്ള ഉയർന്ന ചെലവും കണക്കിലെടുക്കുമ്പോൾ കർഷകനുള്ള മികച്ച പ്രതിരോധ പദ്ധതിയാണ് ആഴ്ചയിലൊരിക്കൽ ടാപ്പിംഗ്. ടാപ്പിംഗിനുള്ള ഇടവേളകൾ വർദ്ധിപ്പിക്കുന്തോറും ഒരു തൊഴിലാളിക്ക് തന്നെ കൂടുതൽ സ്ഥലത്ത് ടാപ്പിംഗ് നടത്താമെന്ന് മാത്രമല്ല, 2 ദിവസത്തിലൊരിക്കൽ വെട്ടുമ്പോൾ ലഭിക്കുന്ന ഏതാണ്ട് അതേ തോതിലോ അല്പം കൂടിയതോ ആയ ഉൽപാദനം ലോ ഫ്രീക്വൻസി ടാപ്പിംഗിലൂടെ ലഭിക്കുന്നതാണ്. റബ്ബർ കർഷകർക്ക് എന്നും കൈത്താങ്ങായി നിലകൊണ്ടിട്ടുള്ള റബ്ബർ ബോർഡ് നിരവധി ഗവേഷണങ്ങൾക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് D7 ടാപ്പിംഗ് എന്നൊരു രീതി അവതരിപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് പ്രധാനമായും ടാപ്പിംഗ് നടത്തുന്നത്. ഒരു ദിവസത്തെ ടാപ്പിംഗിലൂടെ പുറത്തേക്കെടുത്ത റബ്ബർ പാൽ മരത്തിൽ അതേ അളവിലും ഗുണനിലവാരത്തിലും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ 48 മണിക്കൂറിലും കൂടുതൽ വേണം എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. മരങ്ങൾ തുടർച്ചയായി ഒന്നിരാടൻ രീതിയിൽ ടാപ്പ് ചെയ്യുന്നത് മൂലം പട്ടമരപ്പ്, കുറഞ്ഞ ഉൽപാദനം, കൂടിയ പ്രവർത്തന ചെലവ് എന്നീ 3 വിധത്തിലുള്ള തിരിച്ചടികളാണ് കർഷകൻ നേരിടുന്നത്. എന്നാൽ ഉത്തേജക ഔഷധം പ്രയോഗിച്ചുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ ടാപ്പിംഗ് നടത്തുകയാണെങ്കിൽ ഈ 3 പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പ്രായോഗിക തലത്തിലുള്ള വൻ വിജയം തന്നെയാണ് ഈ രീതിയെ ജനകീയമാക്കിയിരിക്കുന്നത്. റബ്ബറിന്റെ വിലയിടവും തൊഴിലാളികളുടെ ദൗർലഭ്യവുമാണ് ഈ ലോ ഫ്രീക്വൻസി രീതിയെ ഇത്ര ജനകീയമാക്കിയത്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെ ടാപ്പിംഗിൽ തൊഴിലാളിയുടെ സേവനം 2 ഹെക്ടറിലെ ടാപ്പിംഗിനായി മാത്രം ചുരുങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ടാപ്പിംഗ് എങ്കിൽ അതേ തൊഴിലാളിയുടെ സേവനം 7 ഹെക്ടറിൽ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികളുടെ ലഭ്യതക്കുറവിനും ഉയർന്ന കൂലിച്ചെലവിനും ഒരുമിച്ചുള്ള പരിഹാരം സാധ്യമാകും. ഈ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഉൽപാദന ചെലവിൽ വില കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പോലും കർഷകന് മികച്ച ലാഭം ഉറപ്പുവരുത്തുവാൻ സാധിക്കും. മൂന്ന് ദിവസത്തിലൊരിക്കലായിരുന്നു ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ജയേന്ദ്രൻ സാർ വന്നിട്ട് പറഞ്ഞു, റബ്ബർ ബോർഡിൻ്റെ ഒരു പുതിയ ഗവേഷണ ഫലമായിട്ട് ആഴ്ചയിലൊരിക്കൽ ടാപ്പ് ചെയ്താൽ മതി, മൊത്തത്തിലുള്ള വരുമാനമൊന്നും കുറയാതെ അല്പം കൂടുതലേ കിട്ടുള്ളൂ, അധ്വാനം ആഴ്ചയിലൊരിക്കൽ മാത്രമേ ഉള്ളൂ, സാമ്പത്തികമായിട്ട് മെച്ചം, മരത്തിൻ്റെ ആരോഗ്യം മെച്ചം, മരത്തിൻ്റെ ആയുസ്സിൽ മെച്ചം, പാലിൻ്റെ DRCയിൽ മെച്ചം, ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് ഈ 7Dയിലേക്ക് ഞാൻ മാറിയത്. 7Dയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ശരിക്കും വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസമാണ് മരത്തിന് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ടാപ്പ് ചെയ്യാൻ പോകാൻ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. നേരത്തെക്കാളും 3 ദിവസത്തിലൊരിക്കൽ വെട്ടിയതിനേക്കാളും കൂടുതൽ ഉൽപ്പാദനമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ മുതൽ റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയതാണ്. ഇപ്പോഴും ടാപ്പ് ചെയ്യുന്നതിന് യാതൊരു സന്തോഷക്കുറവുമില്ല. വളരെ സന്തോഷത്തോടെ തന്നെ ടാപ്പിംഗ് നടക്കുന്നു. എൻ്റെ ആരോഗ്യം ഈ ടാപ്പ് ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം എനിക്ക് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ജോയി ചേട്ടൻ്റെ തോട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ തുടക്കം മുതൽ തന്നെ ഇദ്ദേഹം ആഴ്ചയ്ക്കൊരിക്കൽ ടാപ്പിംഗ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 125 സെൻറ്റിമീറ്ററിൻ്റെ ഈ പോയിൻറ്റിൽ തുടങ്ങി ഇപ്പം 4 വർഷത്തെ ടാപ്പിംഗ് കഴിഞ്ഞ് 5ാമത്തെ വർഷത്തെ ടാപ്പിങ്ങിലേക്ക് കയറി ഇവിടെ മുതൽ ഇനി താഴേക്ക് കിടക്കുന്ന പട്ടയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ആഴ്ചയ്ക്കൊരിക്കൽ ടാപ്പിംഗ് ശാസ്ത്രീയമായി നമ്മൾ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് കൃത്യമായി അനുവർത്തിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ശരിയായ ഫലങ്ങൾ കിട്ടുക. ആഴ്ചയ്ക്കൊരിക്കലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 52 ആഴ്ചയുള്ളൊരു വർഷം. അപ്പോൾ 52 ടാപ്പിംഗ് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 52 ടാപ്പിങ്ങിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ കൊണ്ടുപോകാനാണ് കർഷകൻ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒന്നരാടൻ ടാപ്പിംഗ് എന്ന് പറയുന്ന രീതി വളരെയധികം കർഷകർ ഇപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നമ്മുടെ ശുപാർശ എന്ന് പറയുന്നത് 150 ടാപ്പിംഗ് ഒരു വർഷം ചെയ്യുമ്പം ഒരു ടാപ്പിങ്ങിൽ 1.5 മില്ലിമീറ്റർ എന്നുള്ള അളവനുസരിച്ചിട്ട് 23 സെൻറ്റിമീറ്റർ വരെ അല്ലെങ്കിൽ 9 ഇഞ്ച് പട്ടയാണ് അവർ ഒരു വർഷം ഉപയോഗിക്കുക. ആ സ്ഥാനത്ത്
ആഴ്ചയ്ക്കൊരിക്കൽ ടാപ്പ് ചെയ്യുന്ന മരങ്ങളിൽ നമ്മൾ 1.5 മില്ലിമീറ്റർ എടുത്താൽ പോരാ, 2.5 മില്ലിമീറ്റർ പട്ട തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ 2.5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഉടനെ കർഷകൻ ഇതെങ്ങനെയാണ് ഞാനിത് അളന്ന് നോക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഒരു ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യ കാലത്ത് ഇറങ്ങിയ 5 രൂപ തൊട്ട്. ഈ 5 രൂപ തൊട്ടിൻ്റെ ഈ കനം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ 5 രൂപ തൊട്ടിൻ്റെ കനത്തിൽ വേണം നമ്മൾ ഒരു ദിവസത്തെ പട്ട അരിയാൻ. അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ 52 ഗുണം 2.5 മില്ലിമീറ്റർ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് 13 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 ഇഞ്ച് പട്ടയെ നമ്മളൊരു വർഷം ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഈ പട്ടക്കന എടുക്കുന്നത് പോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞു 52 ടാപ്പിംഗ് ഉള്ളൊരു വർഷം ഈ 52 ടാപ്പിംഗ് മുടങ്ങാതെ എടുക്കണമെന്ന് പറഞ്ഞു. ഈ മുടങ്ങാതെ 52 ടാപ്പിംഗ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏകദേശം 6 മാസമെങ്കിലും നമുക്ക് മഴയുണ്ട്. അപ്പോൾ മഴക്കാലത്ത് റബ്ബർ മരം ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻ ഗാർഡ് വേണം. അപ്പം നിലവിൽ 2-3 ടൈപ്പ് റെയിൻ ഗാർഡുണ്ട്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ടാപ്പിംഗ് ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. ഇതാകാം, പാവാടയാകാം, ഗാർഡിയൻ റെയിൻ ഗാർഡാകാം. ഏത് റെയിൻ ഗാർഡായാലും റബ്ബർ ബോർഡ് ഉദ്ദേശിക്കുന്നത് വെട്ടുപട്ട മഴക്കാലത്ത് നനയാതെ എടുക്കുക. അതേപോലെ തന്നെ റെയിൻ ഗാർഡ് ഉപയോഗിച്ച് ടാപ്പ് ചെയ്യുന്ന മരങ്ങളിൽ മഴ സീസണിൽ കുമിൾനാശിനി ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള പ്രദേശം 10 ദിവസത്തിലൊരിക്കൽ ഇടവേളയിൽ കുമിൾനാശിനി ഉപയോഗിച്ച് കഴുകുക. കഴുകി കഴിഞ്ഞാൽ കുമിൾ രോഗങ്ങളൊന്നും വരത്തില്ല. ഇനിയും ഇതിൻ്റെ പട്ടയുടെ വിനിയോഗം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഈ വർഷം ടാപ്പിംഗ് തുടങ്ങിയ പോയിൻ്റ് ഇതാണ്. ഈ പോയിൻറ്റിൽ നിന്ന് താഴേക്കുള്ള പട്ടയുടെ ഉപയോഗം നിങ്ങൾക്ക് കാണാം. ഇതിപ്പം 3.5 ഇഞ്ച് പട്ട 9 മാസത്തെ സമയം കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനിയുള്ള 3 മാസം കൂടെ ആകുമ്പോഴത്തേന് ബാക്കി പട്ടയും കൂടെ ആകും. ഒരു വർഷം നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്ന 5 ഇഞ്ചിനകത്ത് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ടാപ്പിംഗ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ടാപ്പിങ്ങിന് ഉള്ളിലേക്ക് സ്ലോപ്പ് വേണമെന്ന് പറഞ്ഞ് ഈ ടാപ്പിംഗ് കട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഉള്ളിലേക്ക് സ്ലോപ്പ് ഇല്ലെങ്കിൽ പാല് പുറത്തേക്ക് കവിഞ്ഞു പോകും. പട്ടയിൽ കൂടെ തന്നെ പാൽ ഒഴുകി കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് സ്ലോപ്പ് ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ ആഴം നോക്കാനായിട്ടാണെങ്കിൽ ടാപ്പിംഗ് കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും കറക്റ്റായിട്ടുള്ള ആഴത്തിലാണോ നമ്മൾ ടാപ്പിംഗ് പോയിരിക്കുന്നുള്ളത്. അതും ഉറപ്പാക്കി തന്നെ വേണം കർഷകനിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഒരു തവണ ടാപ്പ് ചെയ്താൽ ആ ടാപ്പ് ചെയ്ത പാല് നമ്മുടെ ഇപ്പോൾ ഈ വെട്ടിയാലാണെങ്കിൽ വെട്ടിയാലിൻ്റെ അവിടുന്ന് 70 സെൻറ്റിമീറ്റർ താഴെയുള്ള പ്രദേശവും 40 സെൻറ്റിമീറ്റർ മുകളിലുള്ള പ്രദേശത്തിൽ നിന്നാണ് പാൽ ഒഴുകിയെത്തുന്നത്. ഈ ഒഴുകിയെത്തുന്ന പാല് ഇതേ മരത്തിൽ തന്നെ ഈ ഒഴുകി വന്ന പ്രദേശത്ത് തന്നെയാണ് വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 105നെ സംബന്ധിച്ചോളം ഇപ്പം കർഷകർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 1.5 ടാപ്പിംഗ് മരത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണ്. കാരണം പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 60 മണിക്കൂർ സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആഴ്ചയ്ക്കൊരിക്കൽ കൂടുതൽ സമയം കൊടുക്കുന്നതുകൊണ്ട് മരത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, മരത്തിന് കൂടുതൽ സമയം കിട്ടും. പക്ഷേ സമയം കൂടിപ്പോകുന്നതുകൊണ്ട് ഉൽപ്പാദനം കുറയുന്നതിനെ പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹോർമോൺ ഇവിടെ ഉപയോഗിക്കുക. ഇതിപ്പോൾ ഈ 5 വർഷക്കാലത്തെ പട്ടയുടെ വിനിയോഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. 19 മുതൽ 20 ഇഞ്ച് വരെയാണ് ഇത്ര സമയം കൊണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ.